ശബരിമലയിലെത്തുന്ന കുട്ടികൾക്ക് സുഗമ ദർശനം ഉറപ്പാക്കുന്നതിന് ദേവസ്വം ബോർഡ് ഒരുക്കിയ പ്രത്യേക ഗേറ്റ് സംവിധാനം വൻ ഹിറ്റാകുന്നു. നടപ്പന്തലിലെ 9ാമത്തെ വരിയിലൂടെ എത്തുന്ന കൊച്ചയ്യപ്പന്മാർക്കും കൊച്ചുമാളികപ്പുറങ്ങൾക്കും പോലീസിന്റെ സഹായത്തോടെ 18ാം പടി കയറി മുകളിലെത്തി ഫ്ളൈ ഓവർ ഒഴിവാക്കി ശ്രീകോവിലിന്റെ ഭാഗത്തായി സജ്ജീകരിച്ച കവാടത്തിലൂടെ ഭഗവാന്റെ മുന്നിലേക്ക് നേരിട്ടെത്താം. ദർശനത്തിനായുള്ള ആദ്യ നിരയിലാണ് ഇവർക്ക് സ്ഥാനം ലഭിക്കുക. കുട്ടികളെയും അവർക്കൊപ്പമുള്ള ഒരു രക്ഷകർത്താവിനെയുമാണ് ഇതുവഴി കടത്തിവിടുന്നത്. ഈ സംവിധാനം ദുരുപയോഗം ചെയ്യാതിരിക്കാൻ ദേവസ്വം ഗാർഡുമാരും പോലീസും ഡ്യൂട്ടിക്കുണ്ട്. ഞായറാഴ്ച രാവിലെ മുതൽ തന്നെ പുതിയ സംവിധാനം ഭക്തജനങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് എന്നും രക്ഷിതാക്കൾ, പ്രത്യേകിച്ച് ഇതര സംസ്ഥാനക്കാർ വളരെ സന്തോഷത്തോടെയും ആശ്വാസത്തോടെയുമാണ് പുതിയ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നത് എന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചു. കഴിഞ്ഞ പ്രാവശ്യത്തേക്കിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ഒരു സവിശേഷ സാഹചര്യം എന്ന് പറയുന്നത് ശബരിമലയിലേക്ക് എത്തുന്ന കുട്ടികളുടെ എണ്ണം, കുഞ്ഞു മാളികപ്പുറങ്ങളുടെയും കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു എന്നുള്ളതാണ്. അമ്മമാരും കൂടുതലായി വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി നടപ്പന്തലിൽ പ്രത്യേക ക്യൂ ഉണ്ട്, 9ാമത്തെ റോയിൽ പ്രത്യേക ക്യൂ ഉണ്ട്. പക്ഷെ 18ാം പടി കയറി വരുമ്പോൾ അവർക്കൊരു തൊഴുവാൻ, ഭഗവാന്റെ മുന്നിലേക്ക് എത്തുവാൻ ഒരു പ്രത്യേക സൗകര്യം ഉണ്ടായിരുന്നില്ല. അതിന്ന് നമ്മൾ പ്രത്യേക സൗകര്യം ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് രാവിലെ മുതൽ അത് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞു. അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. പോലീസിന്റെ സഹായത്തോടെയാണ് 18ാം പടി കയറി വരുന്നത്. ആ 18ാം പടി കയറി വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക സൗകര്യമാണ് ഭഗവാന്റെ മുന്നിൽ കൂടി പോകുന്നതിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. പമ്പയിൽ നിന്ന് മല കയറിയ ശേഷം കുട്ടികളെയും കൊണ്ട് ഒത്തിരി നേരം ക്യൂ നിൽക്കേണ്ട സാഹചര്യമാണ് ഇതോടെ ഒഴിവാകുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും പരമാവധി സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്ന സർക്കാർ നിർദ്ദേശം ദേവസ്വം ബോർഡ് കർശനമായി നടപ്പാക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. കുഞ്ഞു മണികണ്ഠന്മാരുടെയും മാളികപ്പുറങ്ങളുടെയും കളിച്ചിരികളാൽ ഇപ്പോൾ ശബരീശ സന്നിധി മുഖരിതമാവുകയാണ്. തിക്കും തിരക്കും നിയന്ത്രണങ്ങളും ഒരു ഭാഗത്തുണ്ട് എങ്കിലും അതൊന്നും ഇപ്പോൾ ഇവർക്കൊരു തടസ്സമാകുന്നില്ല. അയ്യന്റെ സന്നിധിയിൽ കുട്ടികളുടെ കളിച്ചിരികൾക്കും സന്തോഷങ്ങൾക്കും യാതൊരു കുറവുമില്ല. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇക്കുറി ധാരാളം കുട്ടികളാണ് മല ചവിട്ടാൻ എത്തുന്നത്. അച്ഛന്റെയും മറ്റു ബന്ധുക്കളുടെയും കൈപിടിച്ചും തോളിലിരുന്നും മറ്റയ്യപ്പന്മാരോട് കുറുമ്പ് കാട്ടിയും ഒക്കെയാണ് പല കുട്ടികളും സന്നിധാനത്ത് എത്തുന്നത്. ശബരീശ സന്നിധിയിൽ ഈ തീർത്ഥാടന കാലത്ത് 10 വയസ്സോ അതിൽ താഴെയോ പ്രായമുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട് എന്നാണ് അധികൃതർ പറയുന്നത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് നട തുറന്ന ശേഷം ഇതുവരെ 1,23,239 കുട്ടി തീർത്ഥാടകർ ശബരിമലയിൽ എത്തി എന്നാണ് പോലീസ് നൽകുന്ന വിവരം. കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് ഇത് 80,000 ആയിരുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ വലിയ വർധനവാണ് ഇക്കുറി ഉണ്ടായിരിക്കുന്നത് എന്ന് അധികൃതർ പറഞ്ഞു. കേരളത്തിൽ നിന്ന് അധികം കുട്ടികൾ എത്താറില്ല എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതൽ കുട്ടികളും എത്തുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച മാത്രം 5,601 കുട്ടികൾ ശബരിമലയിൽ ദർശനം നടത്തി. അതേസമയം ശബരിമലയിലെ തിരക്കിന് ആശ്വാസമായി സർവീസ് ആരംഭിച്ച ചെന്നൈ കോട്ടയം വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനും യാത്രക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്. വരുന്ന ഞായറാഴ്ച വരെയുള്ള ടിക്കറ്റുകൾ ബുക്കിംഗ് ആയി കഴിഞ്ഞു. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ചെന്നൈ കോട്ടയം വന്ദേ ഭാരതിന്റെ ആദ്യ സർവീസ്. കഴിഞ്ഞ ദിവസമായിരുന്നു 2ാമത്തെ സർവീസ്. 2 സർവീസിനും മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. സീറ്റുകളെല്ലാം തന്നെ ബുക്കിംഗ് ആയിരുന്നു. വരുന്ന ആഴ്ചത്തേക്കും ബുക്കിംഗ് പൂർത്തിയായി എന്നാണ് വിവരങ്ങൾ. രാവിലെ 4:30 ചെന്നൈയിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ വൈകുന്നേരം 4:14 കോട്ടയത്തെത്തും. പിറ്റേ ദിവസമാണ് മടക്കയാത്ര. പാലക്കാട് 12:05, തൃശൂർ 1:20, ആലുവ 2:20, എറണാകുളം നോർത്ത് 2:55. ഇങ്ങനെയാണ് സ്പെഷ്യൽ വന്ദേ ഭാരതിന്റെ കേരളത്തിലെ സ്റ്റോപ്പുകൾ. ന്യൂസ് ഡെസ്ക് കർമാനസ്.